നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളൊക്കെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ പൂർവ്വകാല ചെയ്തികൾ അദ്ദേഹത്തിൻ്റെ അനുയായി പാർട്ടിക്കാർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗോധ്രയിൽ കലാപം നടത്തിയത് ആരാണെന്ന് ആർക്കെങ്കിലും ചെറിയൊരു സംശയമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് തീർന്നു. പറഞ്ഞു വരുന്നത് ഹിന്ദു നേതാവ് സാധ്വി പ്രാജിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം സാധ്വി പറഞ്ഞ സംഗതിയാണ് ഇപ്പോൾ മോദിജിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. മോദിജി ഗോധ്രയിൽ കലാപം ഉണ്ടാക്കിയതുപോലെ പാകിസ്ഥാനിലും പോയി ഒരു കലാപം ഉണ്ടാക്കൂ, ഈ ലോകം മുഴുവൻ അങ്ങയുടെ കാൽ കീഴിൽ വരും എന്നാണ് ആ മഹതി പറഞ്ഞത്. അപ്പോൾ കലാപം ഉണ്ടാക്കിയത് ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? बहुत दुखद घटना है, पूरे देश में आक्रोश है और मैं तो ये कहूंगी मोदी जी, पाकिस्तान का तो खात्मा कर दो, पूरा विश्व झुक जाएगा आपके चरणों में। एक बार गोधरा कांड करा दो पाकिस्तान में। पाकिस्तान में जब तक लाहौर, पिंडी, कराची नहीं जलेगा ना, आतंकवादी के जो आका बने वो सुधर नहीं सकते। मेरे देश के अंदर आज 40 लाश आई, मेरे देश के सैनिकों के उन लाश को देख करके हर हिंदुस्तानी का खून खोल रहा है। मैं बार बार कह रही हूँ ना कि मोदी जी, पूरा विश्व झुक जाएगा आपके सामने, पूरा विश्व आपके चरणों में झुक जाएगा। एक बार गोधरा करा दो जरा पाकिस्तान में। അതാണ് സത്യം. എപ്പോഴാണെങ്കിലും പുറത്തു വരും. എന്നാലും മോദിജിക്ക് ഇതുപോലൊരു തേപ്പ് കിട്ടാനില്ല. മനുഷ്യൻ എങ്ങനെയെങ്കിലും ചീത്തപ്പേര് ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുമ്പോൾ ഈ സാധ്വി പ്രാണിയെ പോലുള്ളവർ വന്ന് കുളമാക്കി കയ്യിൽ തരും. അപ്പോൾ മോദിജിക്ക് വയർ നിറഞ്ഞ് കാണുമല്ലോ. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ഇവിടെ കേരള പോലീസ് വൻ സെറ്റപ്പിലായി കഴിഞ്ഞു. ഇനി പോലീസുകാർക്ക് പഴയ പോലെ കഷ്ടപ്പെടേണ്ട. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ എല്ലാം റോബോട്ട് ചെയ്തോളും. അതിൻ്റെ മുന്നോടിയായി കേരള പോലീസ് ഇതാ ഒരു പെൺ റോബോട്ടിനെ രംഗത്തിറക്കി കഴിഞ്ഞു. ഇത് നമ്മുടെ കേരള പോലീസിന്റെ തൊട്ടിയിലൊരു പുതിയ തൂവൽ കൂടി ചേർക്കുകയാണ്. കാരണം സാങ്കേതിക രംഗത്ത് നേരത്തെ തന്നെ സൈബർ മേഖലയിലും മറ്റും നല്ല ഇടപെടൽ കേരള പോലീസ് നടത്തുന്നുണ്ട്. ആദ്യം ഹെഡ്ക്വാർട്ടേഴ്സിലെ ഫ്രണ്ട് ഓഫീസ് ജോലിയാണത്രേ റോബോട്ടിനെ ഏൽപ്പിക്കുക. പിന്നീട് പയ്യെ പയ്യെ മറ്റു പണികൾ കൊടുക്കും. അവസാനം ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ അടുക്കളപ്പണിക്കും പട്ടിയെ കുളിപ്പിക്കാനുമൊക്കെ കൊണ്ടുപോകാതിരുന്നാൽ മതിയായിരുന്നു. കേരള പോലീസ് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ പോലെ ഉള്ള ഒരു റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്ന ലോകത്ത് തന്നെ ഒരു 2-3 രാജ്യങ്ങൾ മാത്രമേ ഒരു ഹ്യൂമനോയിഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഇതൊരു അസിമോവ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ചേർന്ന് ഇങ്ങനത്തെ ഒരു പുതിയതായിട്ടൊരു റോബോട്ട് കേരള പോലീസിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ടെക്നോളജി എപ്പോഴും കേരള പോലീസ് ടെക്നോളജിയിൽ ഇന്ത്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യമായിട്ടൊരു റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു റോബോട്ട് കുറേ ഫീച്ചേഴ്സുള്ള റോബോട്ട്, കുറേ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോബോട്ട്. ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ റിസപ്ഷനായിട്ട് അല്ലെ റിസപ്ഷൻ ഡെസ്കായിട്ട് വർക്ക് ചെയ്യും. ഈ റോബോട്ടിനകത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ തരാൻ കേപ്പബിളായ ഒരു റോബോട്ടാണ്. ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് ക്യാമറയുണ്ട്, ഫേസ് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു DGP വരുന്നുണ്ടെങ്കിൽ DGPനെ ഐഡൻറ്റിഫൈ ചെയ്ത് സല്യൂട്ട് ചെയ്യാനും, വേറെ ഏതെങ്കിലും ക്രിമിനൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇതല്ലാതെ ആരോടും സംസാരിക്കാനുണ്ട്. വീഡിയോ കോൾ മേളിലത് ഒരു ഓഫീസറായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇത് ഇപ്പം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടുതൽ ഫീച്ചേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ റോബോട്ട് റെഡിയായി. ഇനി ഉദ്ഘാടനമാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ റോബോട്ട് ഉത്തരം തരും. എന്നാൽ പിന്നെ ആദ്യത്തെ ചോദ്യം DGP ബെഹ്റ സാർ തന്നെ ചോദിക്കാമെന്ന് വെച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, റോബോട്ട് മിണ്ടുന്നില്ല. What is your name? Oh, what is your name? Hello, I am ready to answer your questions. Hello, I am ready to answer your questions. What is your name? ഇനി കോടിയേരിയുടെ ട്രോൾ പ്രസംഗമാണ്. സംസ്ഥാനത്ത് ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന വോട്ടർമാർക്ക് വരും വരായികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കോടിയേരി. പ്രത്യേകിച്ച് ആ കോൺഗ്രസ്സുകാരെ പറ്റി. രാജ്യത്ത് സ്വീകരിക്കുന്ന ബിജെപിയുടെ നിലപാടിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? അയോധ്യയിൽ
ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം വേണം എന്ന കലാപം RSS ആരംഭിച്ചിരിക്കുകയാണ്. ആ മോഡലിൽ ഒരു കലാപം കേരളത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് വേണമെന്ന് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് ആഹ്വാനം ചെയ്തു. ഈ ആഹ്വാനത്തെ കോൺഗ്രസ് എതിർത്തിട്ടുണ്ടോ? കോൺഗ്രസും പറയുന്നത് ശബരിമലയുടെ പേരിൽ ഒരു ഓർഡിനൻസ് ഇറക്കണമെന്ന് ഇവിടുത്തെ UDF ആവശ്യപ്പെട്ടിട്ട് ശബരിമലയിലും ഒരു ഓർഡിനൻസ് ഇറക്കാൻ BJPക്ക് അനുമതി കൊടുത്താൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ ഓർഡിനൻസ് ഇറക്കിയാൽ കോൺഗ്രസിന് എതിർക്കാൻ സാധിക്കുമോ? തെരഞ്ഞെടുപ്പ് സർവേകളെ വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ? ഇതാ ഒരു അനുഭവ കഥ പറയുന്നു കോടിയേരി. സർവേ റിപ്പോർട്ടുകാർ പുറപ്പെട്ടിട്ടുണ്ട്. ഒരു സർവേയിൽ പറഞ്ഞു 16 സീറ്റ് UDFനായിരിക്കും, 3 സീറ്റ് LDFന് കിട്ടും. ഈ സർവേ റിപ്പോർട്ട് കണ്ടപ്പോൾ നമ്മുടെ സഖാക്കൾ ചില സ്ഥലത്ത് ജാഥക്ക് പോയിട്ട് എന്താ കാര്യം, എല്ലാം പോയില്ലേ, എന്തെന്നാ പോയിരിക്കുന്നത്? സർവേ റിപ്പോർട്ട് വഴിയല്ല ഇലക്ഷനിൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. 2004 ലോക്സഭാ ഇലക്ഷൻ നടന്നു. അന്നത്തെ സർവേ റിപ്പോർട്ട് ഇടതുപക്ഷത്തിന് 6 സീറ്റ്, UDFന് 14. അന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം ഈ ടെലിവിഷൻ ചർച്ചയ്ക്ക് പോകുന്ന ഒരാളായിരുന്നു അന്ന് ഞാൻ. ഇപ്പം ഞാൻ പോകാറില്ല ചർച്ചയ്ക്ക്. അന്ന് ആ ചർച്ചയിൽ പോയിട്ടിരുന്നപ്പോൾ രാവിലെ തുടങ്ങിയപ്പോൾ ഏതോ ഒരു സ്ഥലത്തുനിന്ന് പൊന്നാനിയിൽ UDFന് ലീഡ് ചെയ്ത് കണ്ടു. ഇപ്പം മാധ്യമക്കാരൊക്കെ പറഞ്ഞു, ഇതാ ലക്ഷണം സർവേ റിപ്പോർട്ട് പ്രകാരം വരാൻ പോവുകയാണ്, ഇത് 16ലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പം ഞാനക്കും സംശയമായി, എടാ ഇതെല്ലാം കൂടി അങ്ങനെ ആയിപ്പോവും. പക്ഷെ എണ്ണി വരുമ്പോഴാണ് നമുക്ക് പോലും അവിശ്വസനീയമായ വിധത്തിൽ LDFന് തരംഗം. 20ൽ 18 ഇടതുപക്ഷത്തിന്. സർവേക്കാർ പറഞ്ഞത് 6, കിട്ടിയത് 18. സർവേ റിപ്പോർട്ട് ശരിയായില്ലല്ലോ. 2011 ഒരു സർവേ റിപ്പോർട്ട് വന്നു. നമ്മൾ VS ഗവൺമെന്റ് ഉള്ളപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. സർവേ റിപ്പോർട്ടൊക്കെ പറഞ്ഞു ഇടതുപക്ഷത്തിന് 40 കിട്ടുമെന്ന് പറഞ്ഞു, UDFന് 60 എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു. എന്തായിരുന്നു ഫലം? ഇടതുപക്ഷത്തിന് 68, UDFന് 72. 68 കിട്ടിയ സ്ഥാനത്ത് നമുക്കൊരു 3 സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ 2011 LDFന് തുടർ ഭരണമുണ്ടാകുമായിരുന്നു. സർവേകൾ പുറത്തുവിട്ട് പാർട്ടി പ്രവർത്തകരെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. ഇനി 2-3 ദിവസം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു സർവേക്കാരൻ പറയും ഇടതുപക്ഷത്തിന് 12 കിട്ടും, UDFന് 8 കിട്ടും എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ സഹകളെന്ന് പറയും സ്ഥിതിയൊക്കെ മാറിയിരിക്കുകയാണ്, അനുകൂലമായിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്രമിക്കാം. വളരെ അപകടകരമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ ഇങ്ങനെ ഒരു സർവേ റിപ്പോർട്ടിലും നിങ്ങൾ വിശ്വസിക്കണം. BJPക്കാർ CPIMകാരുടെ തല കൊയ്യാൻ നടക്കുന്നതിന് കാരണമെന്ത്? ഇതാണ് കാരണം. ഇടതുപക്ഷക്കാരൻ ജയിച്ചാൽ കാല് മാറൂല. ഇടതുപക്ഷക്കാരന്റെ കാല് നല്ല ഉറപ്പുള്ള കാലാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് BJPയെ നേരിടാൻ ജനങ്ങൾ ഇടതുപക്ഷത്തെയാണ് ആഗ്രഹിക്കുന്നത്. RSSുമായി നെഞ്ചോട് നെഞ്ച് ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് RSS ശത്രുവായിട്ട് മാറുന്നത്. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്കാണ് തലക്ക് വില നിശ്ചയിച്ചിട്ടുള്ളത്, BJPക്കാർ 2 കോടി. പിണറായി വിജയന്റെ തല വെട്ടിയെടുത്ത് കൊണ്ടു കൊടുത്താൽ 2 കോടി കിട്ടും. ഒരു BJPക്കാരൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ആ ചെന്നിത്തലാജിയുടെയും കൂട്ടരുടെയും തലയ്ക്ക് 5 പൈസയുടെ വിലയില്ലല്ലോ എന്നതാണ് കഷ്ടം. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ തലക്ക് 1 ലക്ഷത്തിന്റെ വില BJP കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവിന്റെയും തലക്ക് ഒരു വില പറഞ്ഞിട്ടുണ്ടോ BJP? ഇപ്പൊ BJPയുടെ ശത്രു ഇടതുപക്ഷമാണ്. മാണി സാർ UDF മുന്നണിയിലേക്ക് തിരിച്ചു വന്നത് കേരള കോൺഗ്രസിന്റെ കുഴി തോണ്ടാനാണോ എന്ന സംശയമാണല്ലോ ഇപ്പോൾ ഉയർന്നു വരുന്നത്. കോൺഗ്രസിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണല്ലോ പണ്ട് മാണി സാർ മുന്നണി വിട്ടുപോയത്. അതേ കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചു വന്ന മാണി സാറിനോട് ചെയ്യുന്നത് എന്താണ്? മാണി സാറിൻ്റെ കൂടെ ഇത്രയും നാളും തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോന്നിരുന്ന PJ ജോസഫ് സാറിനെ മാണി സാറിൽ നിന്ന് അകറ്റി. ഇരുവരും തമ്മിൽ ഒരു ഝഗടയുണ്ടാക്കി കോൺഗ്രസ് പുറത്തു നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാണി സാറിനെയും ജോസഫിനെയും തമ്മിൽ തല്ലിച്ച് അവരുടെ സീറ്റ് മോഹം തന്നെ ഇല്ലാതാക്കാനാണത്രേ കോൺഗ്രസിൻ്റെ പരിപാടി. കേരള കോൺഗ്രസ് വിചാരിക്കുന്നത് ആ സാഹചര്യം വെച്ച് ഇപ്പം അവർക്ക് 2 കിട്ടുമെന്നാണ്. അതൊന്നും കോൺഗ്രസ് കൊടുക്കാനേ പോകുന്നില്ല. കോൺഗ്രസ് മാണീനെ ഒതുക്കും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസിനെ ഒന്നുമല്ലാതാക്കും ഈ കോൺഗ്രസ്സുകാർ. അത് മനസ്സിലാക്കാൻ PJ ജോസഫിന് സാധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം സീറ്റിന് വേണ്ടി ചോദിക്കുന്നുണ്ട്, സീറ്റ് ചോദിച്ച് വാങ്ങട്ടെ.
അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നില്ല. പി ജെ ജോസഫിനെ ഇതോടുകൂടി മാണി ഒതുക്കും. മാണിയുടെ ഒരു കൂടെ നടക്കേണ്ട ഒരാളായിട്ട് പി ജെ ജോസഫിനെ മാറ്റിയിരിക്കുകയാണ്. ഒരു തുല്യ പരിഗണന പോലും പി ജെ ജോസഫിന് കൊടുക്കാൻ കെ എം മാണി തയ്യാറല്ല. കോൺഗ്രസ് നല്ല ഉഗ്രം പണിയാണ് കൊടുത്തിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് മാണി സാറിന് കൊടുത്ത് ജോസഫിനെ ചൊടിപ്പിച്ചു. ഇപ്പോൾ 2 ലോക്സഭാ സീറ്റ് എന്ന മാണി സാറിൻ്റെ ആവശ്യം നൈസായി ഒഴിവാക്കിച്ചിട്ട് ജോസഫിനെ കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ആകെ കുഴപ്പത്തിലാക്കി കളഞ്ഞു. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ മാണി സാറും മകനും കൂടി അങ്ങ് തിന്നുകയാണ് എന്നാണ് ജോസഫിൻ്റെ പുറത്തു പറയാത്ത പരിഭവം.